നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യേച്ചിക്ക് ഒരുപാട് യൂസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ ഞാൻ. നീ കാണിച്ചത് തെറ്റ് തന്നെയാ. അമ്മ ചോദിക്കില്ലേ, ജീവൻ ചോദിക്കില്ലേ? അവരുടെ മുന്നിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിത്യേച്ചി, ഞാൻ കാലു പിടിക്കാം. ഞാനത് ആർക്കെങ്കിലും കൊടുത്തു എന്നറിഞ്ഞാൽ എല്ലാരും എന്നെ വഴക്കു പറയും. പ്ലീസ് നിത്യേച്ചി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്തു പറ്റി മോളെ? അച്ഛനെ വിളിച്ചില്ലേ? ഇല്ലമ്മേ. എന്തു പറ്റി? ലാപ്ടോപ്പ് എവിടെ? ലാപ്ടോപ്പ് അതിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. കാണുന്നില്ല? അത് പിന്നെ അവിടെ പോന അറിഞ്ഞൂടാ. എന്താ മോളെ ഈ പറയുന്നേ? ഒന്ന് നന്നായി നോക്കിയേ. ഇല്ലമ്മേ, അതിവിടെ ഇല്ല, ഉറപ്പാ. നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുപോകാൻ മാത്രം ധൈര്യം ഓർക്കാം. അല്ല, അങ്ങനെ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ഏതൊരു കള്ളനുണ്ടെന്നല്ലേ അർത്ഥം. അമ്മേ, ഞാൻ വീട്ടിൽ പോയിരുന്നില്ലേ, അപ്പോ ഞാനത് എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എടുത്തിരുന്നു. ചിലപ്പോ അവിടെ വെച്ച് മറന്നതാവും. അച്ഛനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്നാ അത് മതി. എന്തായാലും അച്ഛനെ കാണാതെ വിഷമിക്കണ്ട. ഞാനും രഘുവേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അസോസിയേഷന്റെ പ്രോഗ്രാമിന് അച്ഛന് വണ്ടി അയക്കാം. അച്ഛനും കൂടി പങ്കെടുക്കട്ടെ. അപ്പൊ അച്ഛന് സമാധാനാവുകയും ചെയ്യുമല്ലോ. അച്ഛൻ വരുമ്പോഴേ ആ ലാപ്ടോപ്പും കൂടി എടുത്തോളം പറ. മറക്കാതെ പറയണേ. പറയാം. അതെ, എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് വാ. വൈകുന്നേരത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഒരുക്കങ്ങൾ കൂടി നടത്താനുണ്ട്. വൈകുന്നേരം അച്ഛൻ വരുമല്ലോ അല്ലേ? വരട്ടെ. വീട്ടിൽ പോകുമ്പോൾ അത് നിന്റെ കയ്യിലുണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആർക്കോ നീ അത് കൊടുത്തു. ഇന്ന് രാത്രി വെളുക്കുന്നതിന് മുമ്പ് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. താങ്ക്സ് നിത്യേച്ചി. ഞാൻ ശരിക്കും പേടിച്ചു പോയി. നിന്റെ പേടി മാറി. എന്റെ അവസ്ഥയോ? ജ്യോതി, ഞാൻ കാര്യമായിട്ട് പറയാം. ഇങ്ങനെയുള്ള അവസ്ഥ ഫേസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ കുടുക്കിക്കളയല്ലേ. ചേച്ചി, ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കോളാം. നിത്യേച്ചി പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.